ഹായ് ഹലോ, ഇന്ന് ഒരു അടിപൊളി ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി കണ്ടാലോ. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 20 ചെറുള്ളി അരിഞ്ഞതും അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒരു 5-6 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, ഇവയൊക്കെ നന്നായിട്ട് ചതച്ചെടുക്കുക. അതിനുശേഷം ഒരു 3/4 കിലോളം വരുന്ന ബീഫ് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചതുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 2.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നീട് വേണ്ടത് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, അതുപോലെ തന്നെ 1.5 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി മുളക് പൊടിയുടെയും കുരുമുളക് പൊടിയുടെ ഒക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. ഇതൊക്കെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ബീഫ് നല്ലപോലെ വേവിച്ചെടുക്കുക. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2-3 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു പിടി പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. പിന്നീട് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വറുത്തെടുക്കുക. അതിനുശേഷം ചെറുള്ളി വീണ്ടും ഒരു 10-20 ചെറുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക കേട്ടോ. അങ്ങനെ ചെറുള്ളിയൊക്കെ വഴന്ന് വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി വീണ്ടും നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂണ് നിറയെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം കേട്ടോ. നല്ലപോലെ വെള്ളമൊക്കെ വറ്റി വന്ന് ഡ്രൈ ആക്കി എടുക്കണം. കുറച്ച് സമയം എടുക്കും കേട്ടോ ഡ്രൈ ആവാനായിട്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ ഇളക്കി ഇത് ഡ്രൈ ആക്കി എടുക്കുക. ഇവിടെ എൻ്റെ ബീഫ് നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് വേവ് കൂടിപ്പോയിട്ട് എത്ര വേവിക്കണമെന്നില്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഡ്രൈ ആക്കി എടുക്കുക. അതിന് ശേഷം കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഇളക്കി നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിലൊക്കെ വെച്ചിട്ട് നമുക്ക് നിർത്താം കേട്ടോ. അതല്ല ഇതിനും കൂടുതൽ ഡ്രൈ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ഇളക്കിയിട്ട് എടുക്കണം കേട്ടോ. അങ്ങനെ ഞാൻ ഈ ഒരു സ്റ്റേജൊക്കെ ആയപ്പോഴത്തേനും ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടോ. അപ്പോൾ നല്ല അടിപൊളി ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യുക. നല്ല എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു വിഭവമാണ് കേട്ടോ. തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ ചെറുള്ളിയൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നാളെ മറ്റൊരു വീഡിയോ ഇട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ.